പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ്. കാരുണ്യവാനും സർവശക്തനുമായ എൻ്റെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്കായി നൽകിയ അനന്തമായ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്കുന്നതിന് പറയുന്നു. ഇന്ന് മനസ്സമ്മതം നടത്തപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ തോമസിനെയും ദിവ്യയെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, അവരൊരു പുതിയ കുടുംബത്തിന് തുടക്കം കുറിക്കുകയാണല്ലോ. അവരെ കാത്ത് പരിപാലിക്കണമേ. അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ അങ്ങ് തൃക്കൺ പാർക്കണമേ. പരസ്പരം സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. അവർക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു, ബന്ധുമിത്രാദികളെ സമർപ്പിക്കുന്നു, കൂടപ്പറപ്പുകളെ സമർപ്പിക്കുന്നു. ഞങ്ങളിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം ഞങ്ങൾ തേടുന്നു. ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളായ തോമസിനെയും ദിവ്യയെയും അവിടുന്ന് കാത്തു രക്ഷിക്കണമേ. എല്ലാവരോടും പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ദിവ്യമോളെ സമർപ്പിക്കുന്നു. കുടപ്പറപ്പുകളോടും മക്കളോടും എല്ലാവരോടും സ്നേഹത്തോടും വിശ്വത്തോടും ജീവിക്കുവാൻ അവളെ കാത്തു പരിപാലിക്കണമേ. അതോടൊപ്പം തന്നെ തോമസ് മോനെ സമർപ്പിക്കുന്നു. ദിവ്യയുടെ കുടുംബത്തോട് പരസ്പര സ്നേഹത്തോടെ ഐക്യത്തോടെ വിശ്വസിച്ച് ജീവിക്കുവാൻ അവരെ പ്രാപ്തരാക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളങ്ങയെ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ സംരക്ഷണം ഞങ്ങൾ തേടുന്നു. സ്ത്രീ കർത്താവ് അങ്ങയിലൂടെ സ്ത്രീയിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ ദുരിത ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. സകല വിശുദ്ധന്മാരെ വിശുദ്ധ ഞങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട തോമസ് വിഷ്ണു തോമാസിലിയയെ ഞങ്ങൾ ഓർക്കുന്നു. വിശുദ്ധ തോമാസിലിയയെ സംരക്ഷണം നൽകണമേ. ദിവ്യയുടെ മധ്യസ്ഥയ സാറ വിശുദ്ധെ അവളെ കാത്തു പരിപാലിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ. അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ. അവിടുത്തെ രാജ്യം വരേണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ സ്വപ്നങ്ങൾ വിടരണമേ. അന്നു ഞങ്ങൾ വിശന്നു വരുമ്പോൾ അപ്പം നൽകണമേ. ആമേൻ ആമേൻ. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ. അവിടുത്തെ രാജ്യം വരേണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവായ ഈശോയെ, അവിടെ തിരുവുത്ഥാനം കഴിഞ്ഞുള്ള ദിവസം ഏറെ സന്തോഷത്തിൻ്റെ അവസരമാണല്ലോ. ഇന്ന് ഞങ്ങളുടെ ഈ ഭവനത്തിന് ഇരട്ടി സന്തോഷത്തിൻ്റെ അവസരമാണ്. ഇവിടുത്തെ മൂത്ത മകളെ അവളെ വിവാഹം കുദാശ സ്വീകരിക്കാൻ ഒരുക്കമായിട്ടുള്ള ഇന്ന് മനസ്സമ്മതത്തിനായിട്ട് തയ്യാറായി പോകുന്ന അവസരമാണ്. ഇവിടെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കന്മാരെയും ബന്ധുജനങ്ങളെല്ലാം കൃത്യമായിട്ട് തിരുസമയം സമർപ്പിക്കുന്നു. ഇവിടെ ജീവിതം ഏറ്റവും സന്തോഷകരമായ ദിവസമാണല്ലോ ഇന്നും വിവാഹ ദിനമൊക്കെ. അതായത് ഇവിടുത്തെ വലിയ കൃപകൾ പ്രത്യേകം യാചിക്കുന്നു. ഒരു നല്ല കുടുംബമായി തീരുക എന്നുള്ളത് വലിയ ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും. അത് പൗലോസ് അപ്പോസ്തലൻ വഴിയും തെറോസ്ലിയ വഴിയും ഞങ്ങളെ പഠിപ്പിച്ചതായ നല്ല കുടുംബജീവിതത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഓർക്കുവാനും അത് മനസ്സിലാക്കാനും ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ മകള് മനസ്സമ്മതത്തിനായിട്ട് പോകുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും നല്ല ആശംസകളെല്ലാം ഉള്ളൊപ്പം ഉണ്ട്. കർത്താവായ ഈശോയെ അനുഗ്രഹിക്കണമേ.
ദൈവവചനം വായിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന 8-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. തോബിയാസ് ഇങ്ങനെ പ്രാർത്ഥിച്ചു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, അവിടുന്ന് വാഴ്ത്തപ്പെടട്ടെ. അവിടുത്തെ വിശുദ്ധവും മഹിനീയവുമായ നാമം എന്നെന്നും വാഴ്ത്തപ്പെടട്ടെ. ആകാശവും അങ്ങയുടെ സകല സൃഷ്ടികളും അങ്ങേ വാഴ്ത്തട്ടെ. അവിടുന്ന് ആദത്തെ സൃഷ്ടിച്ചു. അവന് തുണിയും താങ്ങുമായി ഹവ്വായെ ഭാര്യയായി നൽകി. അവരിൽ നിന്ന് മാനവവംശം ഉത്ഭവിച്ചു. അവിടുന്ന് പറഞ്ഞു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. അവനു വേണ്ടി അവനെ പോലുള്ള ഒരു തുണയെ നമുക്ക് സൃഷ്ടിക്കാം. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്ക് ഉണ്ടാകണമേ. ഇവളോടൊത്ത് വാർദ്ധക്യത്തിലെത്തുന്നതിന് അവിടുന്ന് അനുഗ്രഹിച്ചാലും. അവൾ ആമേൻ എന്ന് ഏറ്റുപറഞ്ഞു. തോബിത്തിന്റെ പുസ്തകം 10-ാം അധ്യായം 10 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ. രഘുവേൽ തോബിയാസിന് ഭാര്യയായ സാറയെയും സ്വത്തിൽ അടിമകളുടെ കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്ര അയക്കിക്കൊണ്ട് അവൻ പറഞ്ഞു: മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു: നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. എത്ന തോബിയാസിനോട് പറഞ്ഞു: സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിച്ചിരിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുക്കുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭാരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. ഞങ്ങൾ കേട്ട ദൈവവചനങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി പ്രചോദനം തരുന്നതാണ്. ആദത്തിൻ്റെ സന്തതികളായ അവർ ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കുടുംബജീവിതം വഴിയാണ്, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധം വഴിയാണ് മനുഷ്യവംശ ലോകം മുഴുവൻ വ്യാപിക്കാനിടയായിത്തീരുന്നത്. ആ ഒരു വലിയ ദൗത്യത്തിലേക്കാണ് ഞങ്ങളുടെ പ്രിയമകൾ ഇപ്പോൾ നിർവഹിക്കാൻ പോകുന്നത്. കർത്താവായ ഈശോയെ, ഇവരുടെ നിഷ്കളങ്കമായ സ്നേഹം, ജടികമായ അഭിലാഷമല്ല, നിഷ്കളങ്കമായ സ്നേഹത്താലാണ് ഞാനിവിടെ സ്നേഹിക്കുന്നതെന്ന് തോബിത്ത് സാറായോട് പറയുന്ന ആ പ്രാർത്ഥന വളരെ ധന്യമായ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞതിന് ശേഷം, വിവാഹം കഴിഞ്ഞതിന് ശേഷം സാറായുടെ മാതാപിതാക്കന്മാർ അവരെ തോബിത്തിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കുമ്പോൾ പറയുന്ന കാര്യം തൻ്റെ മകളോട് പറയുകയാണ്: ഇനിമേൽ തോബിത്തിൻ്റെ മാതാപിതാക്കളായിരിക്കും നിൻ്റെ മാതാപിതാക്കൾ അവരെ സ്വന്തം മാതാപിതാക്കന്മാരായി കണക്കാക്കണം. അതുപോലെ നിന്നെപ്പറ്റി നല്ലത് മാത്രം കേൾക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഒരു നിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ട് ആരും കൊണ്ടുവരാൻ ഇടയാകരുത്. അമ്മയും അതുപോലെ തന്നെ അവളുടെ സാറായുടെ അമ്മ എത്തനാ പറഞ്ഞത്, തോബിത്തിനോട് പറഞ്ഞതും വളരെ മനോഹരമായ വാക്കാണ്: എൻ്റെ മകളെ തന്നെ ഭരമേൽപ്പിക്കുന്ന അവളെ ദുഃഖിപ്പിക്കരുത്. കർത്താവായ ഈശോയെ, ഈ തിരുവചനങ്ങളും ഇനി ഞങ്ങൾ കേൾക്കാൻ പോകുന്നതായ വചനങ്ങളും വിവാഹാവസരത്തിൽ കേൾക്കുന്ന തിരുവചനങ്ങളും ഒക്കെ ഇവൾക്ക് നല്ലൊരു ധ്യാന വിഷയമായി മാറുവാനും നല്ല കുടുംബജീവിതം നയിക്കുവാനും ഇടവരുത്തത്തെ. പ്രാർത്ഥനാപൂർവ്വം ഒരുങ്ങി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക്, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർക്ക് വളരെ മനോഹരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും. അതിന് നമ്മുടെ മാതാപിതാക്കന്മാർ, നമ്മുടെ കുടുംബത്തിലെ അവർക്ക് നല്ല നല്ല മാതൃക നമുക്കുണ്ട്. ആ നല്ല മാതൃകകളൊക്കെ പിഞ്ചുന്നുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ഇടവരുത്തത്തെ നിത്യം പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. പരിശുദ്ധമായ കൃത്യമായ മാധ്യസ്ഥം ഇവരുടെ മേലും ഈ കുടുംബത്തിന് മേലും ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I swear to God when I come home, I'm gonna hold you so close. I swear to God when I come home, I'll never let go.
like a river I flow to the ocean. I know you pull me close, guiding me home. And I need you to know that we're falling so fast. We're falling like the stars, falling in love. And I'm not scared to say those words. With you I'm safe. We're falling like the stars, we're falling in love. I swear to God I can see 4 kids and no sleep. We'll have one on each knee, you and me. And when they've grown up, you're still the girl you look love. When I held your hair up, 'cause you had too much. And I need you to know that we're falling so fast. We're falling like the stars, falling in love. And I'm not scared to say those words. With you I'm safe. We're falling like the stars, falling in love. I swear to God every day He won't take you away. 'Cause without you, babe, I lose my way. Oh, I'm in love, 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 oh, I'm in love. And I need you to know that we're falling so fast. We're falling like the stars, falling in love. And I'm not scared to say those words. With you I'm safe. We're falling like the stars, we're falling in love. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ വിശുദ്ധ സമാധാനവും പ്രത്യാശയും എപ്പോഴും ലഭിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരുടെ മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും
മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായ ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകാൻ തിരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവേ, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുമ്പിൽ അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടി വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവ് നല്ലവനാണെന്ന് അനുഭവിച്ചറിയുകയും ഇസ്ഹാക്കിനെ ഭാര്യയെ കണ്ടെത്താൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. വിശുദ്ധവരെല്ലാം കർത്താവിനെ തേടുന്നവർക്ക് നന്മകൾക്കൊന്നും കുറവുണ്ടാവുകയില്ല. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നു. അകത്യത്തിൽ നിന്നകന്ന നന്മ ചെയ്യുകയും സമാധാനം തേടി അതിനെ പിന്തുടരുകയും ആദ്യം മുതൽ തന്നെ വിവാഹ വാഗ്ദാനത്തിന് അണിഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെ നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിങ്ങളുടെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കിടക്കുന്നവരാകുന്നു. സകലത്തിലെയും നാഥ എന്നേക്കും. സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾക്ക് പരാജയപ്പെടുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രസംഗം
ആരംഭത്തെ ഞാൻ ഓഫീസിലെ വിവാഹം എന്ന് പറയുന്നത് നമുക്കറിയാം, ദൈവം തന്നെ സ്ഥാപിച്ച ഉദാശമാണ്. ഓരോ സദസ്സോടെ സഭയിൽ അദ്ദേഹം പറയുന്നത് വിവാഹത്തെ ഭൂമിക്കുവാനായിട്ട് ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനെയും ഒരു യാഥാർത്ഥ്യത്തെയും അദ്ദേഹം കണ്ടെത്താറുണ്ട്. ഒരു സ്വർഗീയ യാഥാർത്ഥ്യത്തോടാണ് അദ്ദേഹം വിവാഹത്തെ ഉപയോഗിച്ചത്. യേശു ക്രിസ്തുവും തിരുസഭയിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഓരോ ഭർത്താവും തന്റെ ഭാര്യയെ സ്നേഹിക്കണം. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഇതാണ് മിശിഹ സഭയെ സ്നേഹിച്ചതുപോലെ തോമസ് സാധനയെ സ്നേഹിക്കണം. നമുക്കറിയാം, ആ സ്നേഹം എന്ന് പറയുന്നത് എനിക്കത് കിട്ടും എന്ന് കരുതുന്ന സ്നേഹമായിരുന്നില്ല. കിട്ടാൻ വേണ്ടിയുള്ള സ്നേഹം നിലനിർത്തിയില്ല. എത്ര കിട്ടിയാലും കിട്ടിയാറില്ല. പൊന്നായാലും പണമായിരുന്നാലും മറ്റെന്തൊക്കെ കാര്യങ്ങളായാലും സൗകര്യമായിരുന്നാലും ഒന്ന് നമുക്ക് താൽക്കാലികമായിട്ടുള്ള സന്തോഷം നോക്കിയാൽ കുറേ കഴിയുമ്പോൾ അതിന് നഷ്ടപ്പെടുമ്പോഴേക്കും നമുക്ക് സന്തോഷം നഷ്ടപ്പെട്ടു പോകും. പക്ഷെ കൊടുക്കുന്ന സ്നേഹം അതാണ് യേശുവിൻ്റെ സ്നേഹം. യേശു നമ്മുടെ ദിവസങ്ങളൊക്കെ വെള്ളിയാഴ്ചയിൽ വളരെ കാര്യങ്ങളിൽ ധ്യാനിച്ചു. കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി പരിപൂർണമായിട്ട് കൊടുക്കുന്ന സ്നേഹം. മനുഷ്യർക്ക് പാപികളായിരുന്നപ്പോൾ സ്നേഹത്തോടെല്ലാതിരുന്നപ്പോൾ ഈശോ സ്വന്തം രക്തം കൊണ്ട് അവരെ കഴുകി വിശുദ്ധീകരിച്ച് സ്നേഹത്തെ തീർക്കും. എന്നിട്ടാണ് അങ്ങനെയാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം ഭാര്യയെ സ്നേഹയോഗ്യമാക്കി തീർക്കുന്നു. നന്നായി സ്നേഹിക്കുന്ന ഒരു ഭർത്താവിന് വേണ്ടി തീർച്ചയായിട്ടും എന്തും ചെയ്യുവാൻ ഭാര്യ തയ്യാറാകും. അവിടെ സ്നേഹമുണ്ട്, അവിടെ കൂട്ടായ്മയുണ്ട്, അതിൻ്റെ അനുഭവമുണ്ട്. എന്തെങ്കിലും കാര്യത്തിന് ഇഷ്ടക്കേടുണ്ടായത് പരിഹരിക്കേണ്ടത് തല്ല് കൊടുക്കും, ചവിട്ട് കൊടുക്കും എന്നതാണ്. അതിന് കൊടുക്കേണ്ടത് ശരീരം സ്നേഹം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്ന സ്നേഹം നിലനിൽക്കുന്ന സ്നേഹമാണ്. അതാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹത്തിലേക്കാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ ഭാര്യമാരെ പറ്റി ഓരോ സംസ്ഥാനം പറയും. മിശിഹായ്ക്ക് തിരുസഭ എങ്ങനെയാണ് കീഴ്പ്പെട്ടിരിക്കുന്നത് അതുപോലെയാണ് ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കുന്നത്. അത് ഈ കീഴ്പ്പെടുക പറയുന്നത് അടിമത്തത്തിൻ്റെ കീഴ്പ്പെടുകയാണ്. ഇന്നത്തെ കാലത്ത് പറയാം, കീഴ്പ്പെടാൻ നമുക്ക് മടിയാണ്. ഞാൻ പ്രത്യേകിച്ച് സാമ്പത്തിക ശേഷിയുള്ള ആൾക്കാരാണെങ്കിൽ പെണ്ണുങ്ങളാണെങ്കിൽ വളരെ ആ സാമ്പത്തിക കാര്യങ്ങൾ കൂടെ അനുസരിക്കുമായിരുന്നു. ഇന്ന് ഭാര്യ ഭർത്താവ് രണ്ടുപേർക്കും ജോലിക്കുള്ള കാലഘട്ടത്തിൽ അവർക്ക് വരുമാനമുണ്ടെങ്കിൽ ഭർത്താവിനെ ആശ്രയിച്ചില്ലെങ്കിൽ ജീവിക്കാവുന്ന ഒരു കമ്പി ചിലപ്പോൾ പെണ്ണുങ്ങൾക്കുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ ഓരോ സംസ്ഥാനങ്ങളുടെ കാര്യം വളരെ ശ്രദ്ധേയമാണ്. പുസ്തകം പറയുന്നു, സഭ നിശ്ചാരികൾ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർ കീഴ്പ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞാൽ ഭർത്താവിനെ കുടുംബത്തിൻ്റെ നാഥനായിട്ട് പാലകനായിട്ട് അംഗീകരിക്കാൻ ഒരു കാര്യമാണ്. രണ്ട് നിലപാട് നമുക്ക് ഒരു കോഴിയിൽ അപ്പോൾ ഭാര്യ ഭർത്താവ് പാത്രം ഒന്നാണ്. ആ കുടുംബത്തിന് ഒരു അതാണ് ഭർത്താവ്. ഭർത്താവിന് വിധേയപ്പെട്ട് അത് സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. അവിടെ പരസ്പരമുള്ള ആ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയാണ്. തുല്യതയുള്ള ബന്ധമാണ്, അഴിമത്തിന്റെ ബന്ധമല്ല. ആ ഒരു ബോധത്തിൽ മുന്നോട്ട് പോകുന്നതിന് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷമുണ്ടാകും. ബൈബിളിൽ വായിച്ച് Spread these wings and find my own. I am coming home. Today will be the day it all will take. Nothing, no one's in my way. Today will be the day.
to dream that anything can be my own. I have found my home. Today will be the day, it all will change. Nothing, no one's in my way. Today will be the day. Today will be the day. Today will be the day. This is the day for what I was made. This is the day. This is the day. Today will be the day, it all will change. Nothing, no one is in my way. Today will be the day. As per the Holy Bible, in the book of Proverbs, chapter 18, verse 22, we read, "He who finds a wife finds what is good and receives favor from the Lord." Dear D.K. and Thomas, you are here not because you met once and fell in love, not because your families and parents liked each other. It's purely the plan of the Almighty God. You both deserve and are indeed meant to be together. On this lovely occasion, on behalf of everyone gathered here, I wish you all the success and a joyful life together. I feel the stage is incomplete without the families. The reason behind what you have today and what you are today. So let us invite their parents and siblings to share the space on the stage. First, let me invite the parents of the groom-to-be, Mr. Paul Thomas and Mrs. Meena Paul, onto the stage. I'm sure many of you might know D.K. and Thomas personally. However, as a formality, let me introduce the bride-to-be, groom-to-be, and their families. To start with, our groom-to-be, Mr. Thomas Paul, completed B.Tech in Electronics and Communication from FISAC Angamali and Masters from University of Wollongong in Telecommunications Engineering, Australia, and currently working as project engineer at Motorola Solutions, Sydney. His father, Mr. Paul Thomas, is a businessman, and his mother, Mrs. Meena Paul, is a homemaker. He has got two siblings. His younger sister, Mrs. Elsa Paul, pursuing B.Ed from Polukara College of Education, Sambakulam, and his spouse, Mr. Dawson Jose, is a businessman, and they have a cutie pie, Raphael Dawson Jose. His younger brother, Mr. Sebastian Paul, completed B.Tech and now joined for his masters in Christ, Bangalore. Let's know more about our bride. Ms. Divya Roy completed B.Tech in Electronics and Communication from Amarjyoti College of Engineering, Kandapalli, and MBA from SCMS Kochi, and had been working as an operations executive at Flipkart. Her father, Mr. Roy Matthew, is a contractor, and Ms. V.G. Roy is a homemaker. And now myself, Navya Roy, her sister, and currently pursuing MBBS from the University of Kerala. Just one look, I'm back. Forget that I could have anyone I like, but now all I remember is what we had. Nobody compares to you. Somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Ooh, nobody compares to you. Ooh, nobody compares to you.
late. 'Cause I took so much time to reset my life, but in just one look, I am back. Forget that I could have anyone I like, but now all I remember is what we had. Nobody, nobody, nobody compares to you. Somebody, somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Ooh, nobody compares to you. Ooh, nobody compares to you. Nobody compares to you. Nobody, nobody, nobody compares to you. To you. You're once in a lifetime, better than New Year's at midnight. Wanna grab on and hold tight, and I won't let go. I hope you can hear this, 'cause it's your face that I miss, your lips I wanna kiss. Nobody, nobody, nobody compares to you. Somebody, somebody, please help me get over you. 'Cause it feels like I've been wasting my time in all the wrong places, on all the wrong faces. Nobody compares to you. Nobody compares to you. Nobody, nobody, nobody compares to you. If you wanna run away with me, I know a galaxy and I can take you for a ride. I had a premonition that we fell into a rhythm where the music don't stop for life. Glitter in the sky, glitter in my eyes, shining just the way I like. If you're feeling like you need a little bit of company, you met me at the perfect time. You want me, I want you, baby. My sugar boo, I'm levitating. The Milky Way, we're renegading. Yeah, 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 yeah. I got you, moonlight. You're my starlight. I need you all night. Come on, dance with me. I'm levitating. You, moonlight. You're my starlight. I need you all night. Come on, dance with me. I'm levitating. I'm one of the greatest, ain't no debating on it. I'm still levitated, I'm heavily medicated. Ironic, I gave them love and they end up hating on me. She told me she loved me and she been waiting. Been fighting hard for your love and I'm running thin on my patience. Needing someone to hug, even took it back to the basics. You see what you got me out here doing? Might have threw me off, but can't nobody stop the movement. Let's go. Left foot, right foot, levitating. Pop stars, do a leap with the baby. I had to lace my shoes for all the blessings I was chasing. If I ever slip, I fall into a better situation. So catch up, go put some cheese on it, get out and get your bread up. They always leave when you fall, but you run together. Weight of the world on my shoulders, I kept my head up. Now baby, stand up, 'cause girl, you want me, I want you, baby. My sugar boo, I'm levitating. The Milky Way, we're renegading. Yeah, 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 yeah. I got you, moonlight. You're my starlight. I need you all night. Come on, dance with me. I'm levitating. You, moonlight. You're my starlight. I need you all night. Come on, dance with me. I'm levitating. You can fly away with me tonight. So you can fly away with me tonight. Baby, let me take you for a ride. Yeah, 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 yeah. I'm levitating. You can fly away with me tonight. So you can fly away with me tonight. Baby, let me take you for a ride. Yeah, 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 yeah. My love is like a rocket, watch it blast off. And I'm feeling so electric, dance on our song. And even if I wanted to, I can't stop. Yeah, 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 yeah. My love is like a rocket, watch it blast off. And I'm feeling so electric, dance my ass off. And even if I wanted to, I can't stop. Yeah, 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 yeah. You want me, I want you, baby. My sugar boo, I'm levitating. The Milky Way, we're renegading. I got you, moonlight. You're my starlight. I need you all night. Come on, dance with me. I'm levitating.